എല്ലാവരും സംഘികളെന്ന് പറയാറുണ്ട്. ആദ്യം ഈ സംഘികളെന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമാക്കുന്നത്? RSS എന്ന് പറഞ്ഞ സംഘടന അത് തുടങ്ങിയിട്ട് 100-ൽ പരം വർഷങ്ങളായിട്ടുണ്ട്. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കാലഘട്ടത്തിലൊക്കെ എനിക്കറിയാം, അവർ ശാഖയിൽ പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പം ഒരു 10 വയസ്സ് അറിവായ കാലം മുതൽ കുട്ടികൾ അതിലും താഴ്ന്ന പ്രായത്തിൽ ശാഖയിൽ പോകുന്നുണ്ട്. ശാഖ എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്നത് ഭാരതത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കുറച്ച് റൂൾസൊക്കെയാണ് ഈ ശാഖയിൽ അല്ലെങ്കിൽ സംഘത്തിൽ പഠിപ്പിക്കുന്നത്. അത് ഭാരതത്തിൽ ജനിച്ചു കൊള്ളുന്ന കുട്ടികൾ ഭാരതീയ സംഘടനയിൽ അംഗമാവുകയും ആ ശിക്ഷണത്തിൽ വളരുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അത് കർത്തവ്യബോധം തന്നെയാണ്. പക്ഷേ അവരെ എന്തിനാണ് സംഘികളെന്ന് പറഞ്ഞ് കളിയാക്കുന്നത്? അതിവിടെ ആരും ചോദിക്കാനും പറയാനുമില്ല. സംഘികൾ ആ സംഘത്തിൽ പോകുന്നവരെയാണ് സംഘികളെന്ന് പറയുന്നത്. പക്ഷേ BJP എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. അപ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ സ്ത്രീ പുരുഷന്മാർ, സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്, പുരുഷന്മാർ പല പ്രായത്തിലുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പൊതുവെ ഒരു ധാരണ ഹിന്ദുക്കളുടെ പാർട്ടിയാണെന്ന്. അല്ല, ഭാരതത്തിൽ ജനിച്ചു വളർന്ന എല്ലാ ജാതി മതങ്ങൾക്ക് അതീതമായ പാർട്ടിയാണ്. ഇവിടെ എന്തിനാണ് ഈ സ്വന്തം വീട്ടിൽ സ്വന്തം കളത്തിലിറങ്ങിയിട്ട് സംഘികളുടെ പാർട്ടി ചാണകം എന്ന് പറയുന്നത്? എന്തിനാ ചാണകം എന്ന് പറയുന്നത്? പശുക്കൾക്ക് വേണ്ടിയിട്ട് പൊരുതുന്നുണ്ട് ചാണകം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ സ്ത്രീ പുരുഷന്മാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം BJP ആണ്. അത് പാർട്ടിയാണ്. RSSൻ്റെ സംഘടനാ തലത്തിലുള്ളതാണ്. RSS സംഘപരിവാർ എന്ന് പറയും, സംഘം. അവർ ആ ശിക്ഷണം അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു നിയമാവലികളുണ്ട്. ഒരു ഭരണഘടനയെ പോലെ വളരെ വളരെ നിഷ്കർഷയോടുകൂടി ചിട്ടകൾ എങ്ങനെ ഒരു പൗരനായിരിക്കണം എന്നുള്ളതാണ് RSS സംഘടനയിൽ പഠിപ്പിക്കുന്നത്. അല്ലാതെ അവിടെ മതം വിളമ്പിയല്ല ചെയ്യുന്നത്, മറ്റുള്ള മതക്കാരെ പോലെ. ഞാൻ മതത്തിന് അതീതമായി പറയുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഭാരതീയ ജനതാ പാർട്ടിയെ സംഘികളെന്നും പറഞ്ഞ് ആക്ഷേപിക്കരുത്. അതേപോലെ ചാണകം എന്ന് പറഞ്ഞ വിളിയും അത് ആക്ഷേപമാണ്.